Okay, symmetry and conservation laws. So, in the dynamical development of a physical system, there are observables which change their values with the time. അപ്പം ടൈമിനനുസരിച്ചിട്ട് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്ന ഒബ്സർവബിൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ വാല്യൂസ് ചേഞ്ച് ചെയ്യാത്ത ഒബ്സർവബിൾസ് ഉണ്ടായിരിക്കും. സോ ദ ഫിസിക്കൽ ഒബ്സർവബിൾസ് വിച്ച് ഡു നോട്ട് ചേഞ്ച് ദെയർ വാല്യൂ ഇൻ ദ ഡൈനാമിക്കൽ ഡെവലപ്മെൻറ്റ്, ടൈമിനനുസരിച്ചിട്ട് വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഒബ്സർവബിൾസ് ഉണ്ടായിരിക്കും. സോ ആ ഫിസിക്കൽസ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പം the physical laws embodying their constancy is called conservation laws. Okay, so അപ്പം in the case of free particle ആണെങ്കിൽ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ആണ്. അതുപോലെ ഒരു സ്ഫെറിക്കലി സിമെട്രിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ മൂവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സ്ഫെറിക്കലി സിമെട്രിക്കൽ ഫീൽഡ്. സോ ആംഗുലർ മൊമെൻറ്റം അതേപോലെ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ലീനിയർ മൊമെൻറ്റം വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കോൺസ്റ്റൻസി ഓഫ് ആൻ ഒബ്സർവബിൾ ഓഫ് ദ ഫിസിക്കൽ സിസ്റ്റം അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻവാരിയൻസ് ഓഫ് ഹാമിൽട്ടോണിയൻ അണ്ടർ സർട്ടൻ സിമെട്രി ഓപ്പറേഷൻസ്. ഓക്കെ, സിമെട്രി ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ഹാമിൽട്ടോണിയൻ ഈസ് ഇൻവാരിയൻ. സോ സിമെട്രി ഇറ്റ് ഹാസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സിമെട്രിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത്. ഓക്കെ, ആൻഡ് രണ്ട് തരത്തിലുള്ള സിമെട്രീസ് ആണുള്ളത്, ജോമെട്രിക്കൽ സിമെട്രിയും അതുപോലെ തന്നെ ഡൈനാമിക്കൽ സിമെട്രിയും. സോ ജോമെട്രിക്കൽ സിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ isotropy of space leading to the geometrical symmetries are associated with the inner structure of space and time. It is isotropy of space leading to rotational invariance. റൊട്ടേഷൻ ഇൻവാരിയൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതായത് ഇപ്പോൾ നമ്മൾ ജോമെട്രിക്കലായിട്ട് ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്താലും എന്തുണ്ടാവില്ല, വേരി ചെയ്യില്ല, സ്പേസിൽ വാരി ചെയ്യില്ല അതിൻ്റെ ഓറിയൻറ്റേഷൻ. അതുപോലെ ഇൻവാരിയൻസ് ഓഫ് ഹാമിൽട്ടോണിയൻ അണ്ടർ ഇൻവേർഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം, ഹാമിൽട്ടോണിയൻ ഇൻവാരിയൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ സ്പേസ് ആൻഡ് ടൈം വാരി ചെയ്തിട്ടുണ്ടെങ്കിൽ. നൗ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്കൽ സിമെട്രി ആണ്. സോ ദ ഡൈനാമിക്കൽ സിമെട്രി അറൈസസ് ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ഫോഴ്സ് കാരണമാണ്, ഇൻട്രാക്ഷൻ ഓഫ് ഫോഴ്സ് കാരണം ഡൈനാമിക്കൽ സിമെട്രി ഉണ്ടാകുന്നത്. സോ ഡീജനറസി ഓഫ് ആംഗുലർ മൊമെൻറ്റം L as 12+1 levels due to the അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സിലിണ്ടറിക്കൽ സിമെട്രി ഓഫ് സെൻട്രൽ ഫോഴ്സ് ഫീൽഡ്, then degeneracy of energy of levels in hydrogen atom due to the interactive Coulomb force. So these are the examples of dynamical symmetry. Now next we are moving to the laws, symmetry and conservation laws. So we have the d by dt of expectation value of A is equal to expectation value of dou A by dou T plus expectation value of 1 by IH cut into commutation A, H. ഇതാണ് നമ്മുടെ എഹൻഫസ്റ്റ് തിയറം അല്ലെ. ഓപ്പറേറ്റർ എയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 0 ആയിരിക്കണം. സോ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ പ്ലസ് 1 by h കട്ട് A, Hൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിന് ഈക്വൽ ആണ്. സോ ദാറ്റ് ഈസ് ദ എഹൻഫസ്റ്റ് തിയറം. ഇവിടെ എ എന്നുള്ള ഓപ്പറേറ്റർ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം എന്ത് പറ്റും, ഡോ എ ബൈ ഡോ ടി എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആയിട്ട് മാറും. അപ്പം ദെൻ പിന്നെയുള്ളത് ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1 by IH കട്ട് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് A, H ആണ്. അപ്പം ഇഫ് എ ഈസ് കോൺസ്റ്റൻറ്റ്, എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡി എ ബൈ ഡി ടി ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ അത് സോ ദാറ്റ് വാട്ട് ഹാപ്പൻ, കമ്മ്യൂട്ടേഷൻ A, H ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഒരു ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയായിട്ട് കമ്മ്യൂട്ട് ചെയ്യുമ്പം അത് 0 ആയിരിക്കുമല്ലോ, ഹാമിൽട്ടോണിയായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ ആക്കേണ്ട 0 ആയിരിക്കാം. സോ ഓപ്പറേറ്റർ എ വിൽ ബി കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്മുടെ ഡി എ ബൈ ഡി ടി എക്സ്പെക്റ്റേഷൻ ഓഫ് എ, ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 0 if commutation A, H is equal to 0. So thus an operator A is constant of motion if the Hamiltonian with the operator A commutes. Now we define a unitary operator. നമ്മളൊരു യൂണിറ്ററി ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാണ്. Okay, now we define a unitary operator U A cap. It is a unitary operator corresponding to the
ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എ എന്ന് പറയുന്ന ഹെർമീഷ്യൻ ഓപ്പറേറ്ററായിട്ട് ഒരു യൂണിറ്ററി ഇത് ഡിഫൈൻ ചെയ്ത് നമ്മൾ. ആൻഡ് സച്ച് ദാറ്റ് എങ്ങനെയാണ് യു എ ക്യാപ്പ് യൂണിറ്ററി ഓപ്പറേറ്റർ ഇ റേസ് ടു ഐ ഇൻറ്റു എപ്സിലോൺ എ ക്യാപ്പ് ആണ്. സോ എ ക്യാപ്പ് ഇവിടെ ഇട്ടിരിക്കുന്ന യൂണിറ്ററി ഓപ്പറേറ്റർ എന്നുള്ള ടെക്സ്റ്റ് അങ്കപ്പന ആയതുകൊണ്ടാണ്. ഓക്കെ. ആൻഡ് എപ്സിലോൺ ഈസ് എ റിയൽ പാരാമീറ്റർ. ഓക്കെ, മേ ബി വെക്റ്ററോ സ്കെയിലാറോ ആവാം. സോ അക്കോർഡിംഗ് ടു എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇറ്റ് ഈസ് എ വെക്റ്റർ ഓർ സ്കെയിലർ. ഓക്കെ, എ വെക്റ്റർ ആണെന്നുണ്ടെങ്കിൽ അപ്സിലോൺ വെക്റ്റർ ആയിരിക്കും, എ സ്കെയിലർ ആണെന്നുണ്ടെങ്കിൽ അപ്സിലോൺ സ്കെയിലർ ആയിരിക്കും. സോ യൂണിറ്ററി ഓപ്പറേറ്റർ നമ്മൾ എക്സ്പോണൻഷ്യൽ ടേമിലാണ് ഡിഫൈൻ ചെയ്തത്. കമ്മ്യൂട്ടേഷൻ എ കോമ എച്ച് 0 ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, എയുടെ ടേമിലാണല്ലോ യു കിടക്കുന്നത്. സോ നമുക്ക് കമ്മ്യൂട്ടേഷൻ യു എ കോമ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് എ ബി മൈനസ് ബി എന്നുള്ള ഫോമിൽ നമ്മൾ എഴുതുകയാണ്. ഓക്കെ, യു എ എച്ച് മൈനസ് എച്ച് യു എ ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ്. സോ പോസിറ്റീവ് ഇനി നമ്മൾ എന്ത് ചെയ്തതിന് യു എ ഡാഗർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് രണ്ട് സൈഡിലും. ഓക്കെ, സോ അങ്ങനെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, യു ഡാഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോ യൂസിങ് ദാറ്റ് വി ക്യാൻ റൈറ്റ് എൽ എച്ച് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് എന്ന് മാത്രം വരും, കാരണം യു ഡാഗർ ഈക്വൽ ടു 1 ആണ്. ആൻഡ് ദെൻ വി ഗെറ്റ് യു എ ക്യാപ്പ് എച്ച് ക്യാപ്പ് യു എ ഡാഗർ ഈസ് ഈക്വൽ ടു എച്ച്. സോ ഇതൊരു യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ ആണ് ഇംപ്ലൈ ചെയ്യുന്നത്. Then we have the result that observable corresponding to the operator A is constant of motion if the Hamiltonian of the system is invariant under unitary transformation. So the transformation which leaves the Hamiltonian invariant is called the symmetric transformation. അപ്പം നമ്മൾ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. യൂണിറ്ററി ട്രാൻസ്ഫോർമേഷനിൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഇൻവാരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് സിമെട്രി ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുക. സോ കൺസർവേഷൻ ലോ ഇംപ്ലൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് സിമെട്രി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സിസ്റ്റം. കൺസർവേഷൻ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ആ സിസ്റ്റത്തിൽ നടത്തണം. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അവിടെ എന്തുണ്ടാവും, ഇൻവാരിയൻ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, now symmetry transformation leaves the Hamiltonian invariant, then it preserves the Hamiltonian character of operator A, which means that observables remains as observables under symmetry transformation. അപ്പം സിമെട്രി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഹാമിൽട്ടോണിയൻ ഇൻവാരിയൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഒബ്സർവബിൾ എന്തായിരിക്കും, അതും ഇൻവാരിയൻ്റ് ആയിരിക്കും. ഹെർമീഷ്യൻ ആയിരിക്കും. ഒബ്സർവബിൾ ബിഫോർ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നും ഹെർമീഷ്യൻ ആയിരിക്കും, അതുപോലെ തന്നെ ആഫ്റ്റർ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാലും ഹെർമീഷ്യൻ തന്നെ ആയിരിക്കും സിമെട്രി ട്രാൻസ്ഫോർമേഷനിൽ. Now it conserves probability. പ്രോബബിലിറ്റിനെ കൺസേർവ് ചെയ്യുന്നുണ്ട്. പ്രോബബിലിറ്റി is proportional to square of absolute value of scalar product of the two vectors. Now these properties implies that symmetry transformations are unitary. ഒന്നുകിൽ യൂണിറ്ററി ആയിരിക്കും, അതല്ലെങ്കിൽ ആൻറ്റി യൂണിറ്ററി ആയിരിക്കും. Now we are moving to symmetry and degeneracy. Okay. അപ്പം so we can say that symmetry leads to degeneracy. സിമെട്രി ഉണ്ടെങ്കിൽ അവിടെ ഡീജനറസി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡീജനറസി പറഞ്ഞാൽ നമ്മൾ കുറേ കണ്ടതല്ലേ, അതായത് ഡിഫറെൻറ്റ് സ്റ്റേറ്റിന് തന്നെ സെയിം എനർജി ഉണ്ടാവുക, അങ്ങനത്തെ കേസാണ് ഡി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ സെയിം എനർജി വിത്ത് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ആണ്. സോ വി നോ കൺസർവേഷൻ ഓഫ് ലോ ഇംപ്ലൈസ് സിമെട്രി ട്രാൻസ്ഫോർമേഷൻ ഫോർ ദ സിസ്റ്റം. സോ ഇഫ് ആൻ ഒബ്സർവബിൾ ഈസ് കൺസർവ്ഡ് ദെൻ ദി ഹാമിൽട്ടോണിയൻ കമ്മ്യൂട്ട് അല്ലേ. കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ സിമെട്രി ഒരു ഒബ്സർവബിൾ കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ ആ ഒബ്സർവബിളുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. സോ നമുക്ക് എ കോമ എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് അതേപോലെ തന്നെ യു എ ഡാഗർ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു എപ്സിലോൺ എ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. സോ നമുക്ക് സോ നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിറ്ററി ഓപ്പറേറ്റർ കമ്മ്യൂട്ട് വിത്ത് ഹാമിൽട്ടോണിയൻ. ദെൻ നമുക്ക് യു എ ഐ ബി മൈനസ് ബി എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാം. ഇതിൽ എന്ത് ചെയ്യാണ്, ഒരു യു കെ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടർ ആക്ട് ചെയ്യാണ്. സോ എന്ത് ചെയ്യാണ്, യു എ
cap h cap state vector uk is acting. ഓക്കെ ആൻഡ് അതേപോലെ തന്നെ എച്ച് യു എ ക്യാപ്പ് സ്റ്റേറ്റ് വെക്റ്റർ യു കെ ഈസ് ആക്ടിങ്. സോ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. ഓക്കെ സോ വി ക്യാൻ റൈറ്റ് യു എ ഇൻറ്റു ഇ കെ ദാറ്റ് ഈസ് എന്താണ് എയ്ഗൻ വാല്യൂ അല്ലേ, അപ്പം എസ് ഐ ഈസ് ഈക്വൽ ടു എച്ച് എസ് ഐ എന്നാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, എയ്ഗൻ വാല്യൂ എച്ച് യു കെയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക എനർജിയാണ്. സോ എനർജി എയ്ഗൻ വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഇ കെ ഇൻറ്റു കെറ്റ് യു കെ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു യു എ ഇൻറ്റു യു കെ. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇ കെ എന്ന് പറയുന്നത് എയ്ഗൻ വാല്യൂ ആണ്. അപ്പോൾ അതിന് നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ യു എ ഈസ് ആക്ടിങ് ഓൺ യു കെ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു യു എ യു കെ എന്ന് എഴുതാൻ പറ്റി. സോ എന്താണ്, ഫ്രം ദിസ് നമുക്ക് വി ക്യാൻ റൈറ്റ് ഫ്രം ഇക്വേഷൻ 2. So from equation 2 we can write എന്താണ് കെറ്റ് യു കെ ഈസ് ആൻ ഏഗൻ സ്റ്റേറ്റ് ഓഫ് ഹാമിൽട്ടോണിൻ്റെ ഏഗൻ സ്റ്റേറ്റ് ആണ്. ദാറ്റ് ഈസ് എച്ച് കെറ്റ് യു കെ ഈസ് ആൻ ഏഗൻ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം കറസ്പോണ്ടിങ് ടു ഏഗൻ വാല്യൂ ഇ കെ. അതേപോലെ തന്നെ സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും, ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഏഗൻ സ്റ്റേറ്റ് വിത്ത് ഏഗൻ വാല്യൂ ഇ കെ. സോ വിച്ച് മീൻസ് ദാറ്റ് ദർ എക്സിസ്റ്റ് മോർ ദാൻ എന്താണ് എനർജി ഈ ഉള്ള ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകൾ ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതായത് എനർജി ഡീജനറസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് സിമെട്രി ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ സ്പേസ് ടൈം സിമെട്രി. അപ്പം ഇതൊക്കെ വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ടെക്സ്റ്റിൽ നിങ്ങൾ വായിച്ച് നോക്കിക്കോളൂ, അല്ലാണ്ട് അതിലിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തരാനായിട്ടുള്ളതൊന്നുമില്ല. വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ. സോ നിങ്ങൾക്ക് സെമിനാർ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്യും, സോ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം. സോ സ്പേസ് ടൈം സിമെട്രി നെക്സ്റ്റ് വൺ ആണ്. അടുത്ത് സ്പേസ് ടൈം സിമെട്രി ആണ്. ആൻഡ് ജോമെട്രിക്കൽ സിമെട്രീസ് ആർ അസോസിയേറ്റഡ് വിത്ത്, നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ന സ്ട്രക്ചർ ഓഫ് സ്പേസ് ടൈം, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജോമെട്രിക്കൽ സിമെട്രീസ്. അപ്പം ജോമെട്രിക്കൽ സിമെട്രി നടത്തുന്ന സമയത്ത് എന്തുണ്ടാവില്ല, നമ്മൾ റൊട്ടേഷൻ ചെയ്താലും എന്താണ് ഇതിന് മാറ്റം വരില്ല. അപ്പം ഐസോട്രോപ്പി ഓഫ് സ്പേസ് ടൈം ലീഡ്സ് ടു റൊട്ടേഷണൽ ഇൻവാരിയൻസ്. റൊട്ടേഷൻ നടത്തിയാലും എന്ത് സംഭവിക്കില്ല, അതിൻ്റെ ഓറിയൻറ്റേഷന് മാറ്റം വരില്ല. സോ സ്പേസ് ടൈം ഇൻവേർഷൻസ് ലീഡ്സ് ദ ഹാമിൽട്ടൺ. ഇപ്പോൾ ഇവിടെ എങ്ങനെ തന്നെയാണ്, സ്പേസ് ടൈം ഇൻവേർഷൻ നമ്മൾ നടത്തി, അപ്പോൾ എന്ത് സംഭവിക്കും, ഹാമിൽട്ടണിന് മാറ്റം വരുന്നില്ല. സോ ദർ ആർ കണ്ടിന്യൂസ് സിമെട്രി അസോസിയേറ്റഡ് വിത്ത് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സ്പേസ്. Then discrete symmetry associated with the inversion of space and time. And displacement of space describes either the displacement of a physical system. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫിസിക്കൽ സിസ്റ്റം തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വരും, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സഡ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കോർഡിനേറ്റ് സിസ്റ്റം ഡിസ്പ്ലേസ്ഡ് ആവും, ഫിസിക്കൽ സിസ്റ്റം ഫിക്സഡ് ആയിരിക്കും. അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്പേസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉള്ളത്, ഫിസിക്കൽ. ഓക്കെ, ആൻഡ് അതിൽ ഫസ്റ്റ് വൺ രണ്ട് കേസല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സ്പേസ് ആണ്, സ്പേസ് ഡിസ്പ്ലേസ് ചെയ്യണോ. ഓക്കെ, അതിൽ ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ കേസാണ്. സോ കൺസിഡർ എ സിസ്റ്റം. ഓക്കെ, കൺസിഡർ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് മെനി പാർട്ടിക്കിൾ ഇൻ YZ പ്ലെയിനിലാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫിഗർ കൊടുത്തിട്ട് നോക്കുക. ലെറ്റ് ദി ഫങ്ഷൻ ബി. അപ്പം ഈ പാർട്ടിക്കിളിൻ്റെ വേവ് ഫങ്ഷൻ സൈ ഓഫ് R1 R2 എക്സെട്ര. കാരണം എന്താണ്, കുറച്ച് കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ട്. വിത്ത് പൊസിഷൻ വെക്റ്റേഴ്സ് R1 R2 ഇതാ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, R1 R2 എക്സെട്ര. സോ ദ സിസ്റ്റം പി ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ. അപ്പം ആദ്യം സിസ്റ്റം ഇവിടെ ആയിരുന്നു, പിന്നെ സംഭവിച്ചു ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഡെൽറ്റ ആറിലേക്ക് അത് ഡിസ്പ്ലേസ് ചെയ്തു. ദെൻ ദ ന്യൂ പൊസിഷൻ വിൽ ബി R മൈനസ് ഡെൽറ്റ ആർ. ഓക്കെ, സോ ദെൻ എന്തായിരിക്കും നമ്മുടെ വേവ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ആൻഡ് ഓക്കെ, R മൈനസ് ഡെൽറ്റ ആർ ആണ് ന്യൂ പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത്, R മൈനസ് ഡെൽറ്റ ആർ ആയിരിക്കും. ദെൻ വാട്ട് വിൽ ബി സൈ ഓഫ് R1 മൈനസ് ഡെൽറ്റ R1 കോമ R2 മൈനസ് ഡെൽറ്റ R2 എക്സെട്ര. സോ ടൈലർ സീരീസ് എക്സ്പാൻഷൻ f of a plus x is equal to f of a
പ്ലസ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ. അപ്പം ആ എക്സ്പാൻഷൻ വെച്ചിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റി എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും, സൈ ഓഫ് R1, R2 മൈനസ് സമ്മേഷൻ ഓവർ ഐ ഇൻറ്റു ഡെൽറ്റ RI ഇൻറ്റു ഡെൽറ്റ സൈ ഓഫ് R1, R2 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈ ഓഫ് R1, R2 ഇൻറ്റു 1 മൈനസ്, കാരണം നമ്മൾ വേവ് ഫംഗ്ഷൻ എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട്, സോ 1 മൈനസ് സമ്മേഷൻ ഓവർ ഐ ഇൻറ്റു ഡെൽറ്റ RI ഇൻറ്റു ഡെൽ. ഓക്കെ, ആൻഡ് പിയുടെ, അതായത് മൊമെൻറ്റത്തിൻ്റെ ഓപ്പറേറ്റർ ഫോം എടുക്കുക. അത് നമുക്ക് ഡെല്ലിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാമല്ലോ. സോ അതാണ് ചെയ്തേക്കുന്നത്. ഡെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനസ് പി ഐ ബൈ ഐ എച്ച് കട്ട് എന്ന് വരും. ദാറ്റ് ഈസ് ഐ ഇൻറ്റു പി ഐ ബൈ എച്ച് കട്ട്. സോ ഡെല്ലിന് നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. സോ ആ വാല്യൂ ഇവിടെ നമ്മൾ ഡെല്ലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഡെല്ലിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമ്മുടെ വേവ് ഫംഗ്ഷൻ വിൽ ബി വാട്ട്, ദിസ് ഈസ് യു. നമ്മൾ എന്താ പറയുക, പഠിച്ചിട്ടില്ലേ ഇൻഫിനിറ്റിസിമൽ ആയിട്ടുള്ള റൊട്ടേഷൻ ഓപ്പറേറ്ററിൻ്റെ ഫോം എങ്ങനെ വരിക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതൊരു യു എന്ന് പറയുന്ന ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, കറസ്പോണ്ടിങ് ടു പി. സോ ഇഫ് ദ ഹാമിൽട്ടോണിയൻ വിത്ത് യു, ദാറ്റ് ഈസ് ദ യൂണിറ്ററി ഓപ്പറേറ്റർ കമ്മ്യൂട്ട്, ദെൻ ദി ഹാമിൽട്ടോണിയൻ വിത്ത് പി ഓൾസോ കമ്മ്യൂട്ട്. ഓക്കെ, സോ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് സമ്മേഷൻ ഓവർ ഐ ഇൻറ്റു ഡെൽറ്റ RI ഇൻറ്റു ഐ പി ഐ ബൈ എച്ച് കട്ടാണെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ യു കോമ എച്ച് വിൽ ബി യു എച്ച്, ദാറ്റ് ഈസ് 1, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ആൻഡ് ദെൻ so from that commutation u comma h is equal to that is minus summation over I into delta RI into I by h cut into pi comma h is equal to 0 ആണ്. അത് നമുക്ക് മൊമെൻറ്റം എന്ന് പറയുന്നതും, അതായത് യു ഈക്വൽ ടു യു കോമ എച്ച് 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റവും എന്തായിരിക്കും, കമ്മ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇക്വേഷൻ, അതായത് നമ്മുടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹെൻഫസ്റ്റ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഒബ്സർവബിൾ പി എന്ന് പറയുന്നത് നമ്മുടെ മൊമെൻറ്റം ഒബ്സർവബിളിന് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി ഐ ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി പ്ലസ് മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു പി കോമ എച്ച്. ഓക്കെ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഡോ പി ബൈ ഡോ ടി ഓൾസോ ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ടി ഓഫ് പി ഐ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഡി പി ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ പി ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ. സോ നമുക്ക് എന്ത് പറയാം, ലീനിയർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് ഡ്യൂറിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സ്പേസ്. മീൻസ് ദാറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റ് ആണ്. പി ഐ അല്ല ഇവിടെ കോൺസ്റ്റൻ്റ് ആയത്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആയ സമയത്ത് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയി. അപ്പം ഇറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഇൻവാരിയൻസ് ഓഫ് ഹാമിൽട്ടോണിയൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് എനർജി കൺസർവേഷൻ. ടൈം ഡിസ്പ്ലേസ് ചെയ്താൽ അത് കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഇറ്റ് ഇംപ്ലൈസ് എന്ന് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഹെൻസ് എ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. നൗ ലെറ്റ് us കൺസിഡർ എ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് ടി എന്ന് പറയുന്നൊരു വേവ് ഫംഗ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം അറ്റ് എ ടൈം ടി. ദെൻ ഫോർ എ ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് ടോ, ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് ടോ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദ വേവ് ഫംഗ്ഷൻ വിൽ ബിക്കം എന്തായിരിക്കും, സൈ ഓഫ് ടി മൈനസ് ടോ ആണ്. സോ ഇഫ് വി ടേക്ക് ദി ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ടി, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈ ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എടുക്കുന്നത്. സോ നമ്മുടെ വേവ് ഫംഗ്ഷൻ വിൽ ബി സൈ ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എന്താണ്, ഒറിജിനൽ സ്റ്റേറ്റ് പ്ലസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഒറിജിനൽ സ്റ്റേറ്റ് എന്ന് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇത് പഠിച്ചില്ല, അതുപോലെ തന്നെ ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. സോ സൈ ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് സൈ ഓഫ് ടി. സോ യൂസിങ് ദി ടൈലർ സീരീസ് എക്സ്പാൻഷൻ അഗെയിൻ എഫ് ഓഫ് എ പ്ലസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് എക്സ് ഇൻറ്റു എഫ് പ്രൈം ഓഫ് എ. ഓക്കെ, ദാറ്റ് ഈസ് ദ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. അത് വെച്ച് നമുക്ക് സൈ ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി നമുക്ക് സൈ ഓഫ് ടീനെ പുറത്തേക്ക് എടുത്തു. സോ ദിസ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് തന്നെയാണ്. സോ
വിച്ച് ഇസ് ദ മാത്തമാറ്റിക്കൽ, അതായത് ഒറിജിനൽ മൈനസ് വേരിയൻസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഒറിജിനൽ സ്റ്റേറ്റ്, ആൻഡ് ദെൻ psi of t-നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. സോ 1 മൈനസ് ഡെൽറ്റ ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി കിട്ടി. ദെൻ 1 മൈനസ് ഡെൽറ്റ ടി ഇൻറ്റു ഡോ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻഫിനിറ്റിസിമൽ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആയിരിക്കുമല്ലോ. സോ ഇവിടെ അതെന്താണ്, ടൈം ഇൻഫിനിറ്റിസിമൽ ആയിട്ടുള്ള ടൈം ഓപ്പറേറ്ററാണ് ടൈമിൻ്റെ. സോ അതിന് നമുക്ക് യൂണിറ്ററി ഓപ്പറേറ്റർ യു ഓഫ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ്, ഇവിടെ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു സം ഓപ്പറേറ്റർ. സോ നമുക്ക് എന്ത് പറയാം, യൂണിറ്ററി ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഓപ്പറേറ്ററും കൺസേർവ്ഡ് ആയിരിക്കും ഡ്യൂറിങ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. അപ്പം എ കോമ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതിന് ഇവിടെ എ എന്താണ്, നമ്മുടെ യൂണിറ്ററി ഓപ്പറേറ്ററാണ്. യു ഓഫ് ഡെൽറ്റ ടി കോമ എച്ച് ഇസ് ഈക്വൽ ടു 0. സോ എച്ച് ഐ ഇസ് ഈക്വൽ ടു ഇ ഐ ആണ്. So we will get a dou by dou t is equal to Hamiltonian divided by IH cut. So put on നമ്മുടെ u of t യുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So we can write u of delta t is equal to 1 minus delta t into dou by dou t. So dou by dou t യുടെ പ്ലേസിൽ h cap divided by IH cut സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് u of delta t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 plus delta t into IH cap divided by h cut എന്ന് വന്നു. ഓക്കെ, ആൻഡ് കമ്മ്യൂട്ടേഷൻ എടുത്താൽ യു ഓഫ് ഡെൽറ്റ ടി കോമ എച്ച് വിൽ ബി 0, ദാറ്റ് ഈസ് 1 പ്ലസ് ഡെൽറ്റ ടി ഇൻറ്റു ഐ എച്ച് ക്യാപ് ഡിവൈഡ് ബൈ എച്ച് കട്ട് കോമ എച്ച് ഇസ് ഈക്വൽ ടു 0. ആൻഡ് നമ്മളതിനെ എന്താ പറയുക, സെപ്പറേറ്റ് ചെയ്ത് എഴുതി, ഐ മീൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഓക്കെ, സോ വി ക്യാൻ സേ 1 എഴുതിയിട്ടുണ്ടായിരുന്നു സൈ ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു സൈ ഓഫ് ടി ഇൻറ്റു യു ഓഫ് ഡെൽറ്റ ടി നമുക്ക് എഴുതാമല്ലോ. So psi of t minus tau is equal to psi of t into u of tau is equal to psi prime of t. That is, this means that the events corresponding to time t in the events corresponding to time t in psi, so corresponding to time t plus tau in psi prime. So that is, the Hamiltonian of the system is independent of time, which means energy is conserved. We can say energy is conserved if the system is invariant under time translation. Next topic is rotation of space. So space rotation conserved ആണെങ്കിൽ angular momentum കൺസേർവ്ഡ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ, ജനറേറ്റർ ഓഫ് റൊട്ടേഷൻ ആണ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ മൊത്തം. സോ ഇവിടെ ഇതിന് നേരത്തെ ചെയ്ത അതേ മെത്തേഡുകൾ തന്നെയാണ് കേട്ടോ. സോ റൊട്ടേഷൻ ഓഫ് സ്പേസ്, ഓക്കെ, റൊട്ടേഷൻ ഓഫ് സ്പേസ് ഇസ് എ കണ്ടിന്യൂസ് ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ അതും എന്ത് തന്നെയായിരിക്കും, യൂണിറ്ററി ആയിരിക്കും. The rotation of space lead to conservation of angular momentum. Now consider a physical system of many particles. If the system is rotated through space by an angle delta phi ആംഗിളിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആൻഡ് ഹെൻസ് ഡിസ്പ്ലേസ്ഡ് ബൈ ഒരു സ്പേസിൽ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന ഡെൽറ്റ ആർ എന്ന് പറയുന്ന സെക്ടർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദ പൊസിഷൻ ഇനീഷ്യലി ആറാണ്, അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആർ പ്രൈം ആയിട്ട് മാറി. ഓക്കെ, ദ വേവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ വെക്ടർ എന്താണ്, സൈ ഓഫ് R1, R2 നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. കുറച്ച് കഴിഞ്ഞാൽ ഈ R1 മാറ്റം വരും അല്ലേ, ആഫ്റ്റർ റൊട്ടേഷൻ എന്ത് പറ്റും, പൊസിഷൻ മാറി, R1 പ്ലസ് ഡെൽറ്റ R1, R2 പ്ലസ് ഡെൽറ്റ R2 എന്നായിട്ട് മാറി. സോ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്തായിട്ട് മാറി, വേവ് ഫംഗ്ഷൻ വിൽ ബിക്കം ദിസ് സൈ ഓഫ് R1 പ്ലസ് ഡെൽറ്റ R1, R2 പ്ലസ് ഡെൽറ്റ R2 എക്സെട്ര ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, എഗെയിൻ നമുക്ക് ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് എഴുതിയില്ലേ, psi of R1, R2 plus delta of Ri into delta psi of R1, R2. Then നമ്മൾ psi of R1, R2നെ പുറത്തേക്ക് എടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus delta Ri into del എന്ന് കിട്ടി. സോ എഗെയിൻ P, ദാറ്റ് ഈസ് മൊമെൻറ്റം ഓപ്പറേറ്റർ മൈനസ് ഐ എച്ച് കട്ട് ഡെൽറ്റയാണ്. അപ്പോൾ ഡെൽറ്റയ്ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഐ പി എ ഡിവൈഡ് ബൈ എച്ച് കട്ട് എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു വാട്ട്, ഫ്രം ദിസ് ഇത് നമുക്ക് എഴുതാം ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷനിൽ. അപ്പോൾ അത് നമുക്ക് എന്ത് എഴുതാം,
ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഐ ഡിവൈഡഡ് ബൈ ആർ പ്രൈം ആണ്. സോ നമുക്ക് ഡെൽറ്റ ആർ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഫൈ ഇൻറ്റു ആർ. സോ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ഇക്വേഷൻ ദാറ്റ് ഈസ് 1 പ്ലസ് ഡെൽറ്റ ആർ ഐ ഇൻറ്റു ഡെൽ സൈ വിൽ ബിക്കം 1 പ്ലസ് ഡെൽറ്റ ആർ ഐ. ഡെൽറ്റ ആർ ഐക്ക് നമ്മൾ വാല്യൂ കൊടുക്കുക, അതേപോലെ തന്നെ ഡെൽറ്റ സൈ. ഓക്കെ ഓക്കെ ഡെൽറ്റ ആർ ഐക്ക് വാല്യൂ കൊടുക്കുക, ഡെല്ലിന് വാല്യൂ കൊടുക്കുക. ഓക്കെ, സോ വി ഗെറ്റ് 1 പ്ലസ്, so we get psi of r1 plus delta r1 r2 plus delta r2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ psi of r1 r2 into 1 plus del phi summation over I into li by h cut into I. So put u is equal to 1 plus delta phi summation over I li by h cut into I. So u is an unitary operator corresponding to angular momentum operator. If the Hamiltonian commute with u, then the corresponding operator also commute with the Hamiltonian. So and that operator invariant. അപ്പോൾ നമുക്ക് യു കോമ എച്ച് ഇസ് ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കണം. സോ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് ഇതാണല്ലോ, 1 പ്ലസ് ഡെൽറ്റ ഫൈ ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ ഇൻറ്റു എൽ ഐ ഡിവൈഡ് ബൈ എച്ച് കട്ട് കോമ എച്ച് ആണ്. ദാറ്റ് ഈസ് എ ബി മൈനസ് ബി എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ 1 കോമ എച്ച് എന്തായാലും 0 ആണ് വരിക. ആൻഡ് ബാക്കിയുള്ള ടേംസ് നമുക്കിങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് എൽ ഐ എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പം ലീനിയർ നമുക്കിന്ന് മനസ്സിലായി, ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂട്ട് വിത്ത് ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റം. സോ നമുക്ക് വി ക്യാൻ റൈറ്റ് അഗെയിൻ വിത്ത് ദി ഫസ്റ്റ് തിയറം ഡി ബൈ ഡി ടി ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് എ ഡോ എ ബൈ ഡോ ടി പ്ലസ് മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു ദിസ് ആണല്ലോ. സോ അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമ്മുടെ ഓപ്പറേറ്റർ ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എൽ ആണ്, ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററാണ് ഇവിടെ കിടക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് എൽ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഇതാ ഓക്കെ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് എൽ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇപ്പം hence the angular momentum is conserved in the rotation of space. Okay, so conservation of angular momentum is a consequence of rotation invariance in space എന്ന് പറയാം. Then fourth one is the space inversion. Space inversion എന്ന് വെച്ച് കഴിഞ്ഞാൽ or it is also called a parity operator, or it is the which leads to reflection symmetry. Okay, space inversion or parity operator is an operation in which the axis of reference plane is reflected at the origin. Reflection നടക്കുകയാണ്. Okay, so the effect of this operation is that the right-handed system into എന്താ right-handed system left-handed system അതേപോലെ തന്നെ left-handed system right ആയിട്ട് മാറും. So since both the left-hand system and right-hand system are mirror images to each other, a system which is invariant under parity. ഇപ്പോൾ പാരിറ്റി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇൻവാരിയൻ്റ് ആണ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റിഫ്ലക്ഷൻ സിമെട്രി ആണ് അത് പൊസസ് ചെയ്യുക. ഓക്കെ, സോ ദ പാരിറ്റി ഓപ്പറേറ്റർ ഈസ് നമ്മൾ പൈ എന്ന് പറഞ്ഞിട്ടാണ്, പൈ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് വി have a function psi of r, അതായത് വേവ് ഫംഗ്ഷൻ psi of r, then parity operator acting on it, parity operator പൈ ക്യാപ്പ് അതിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മിറർ ഇമേജ് ആകുമ്പം ഒരു നെഗറ്റീവ് സൈൻ വരും അല്ലേ. Okay, so parity operator is acting on psi of r, which will give you psi of minus r. So if you have a function psi of x, then pi is acting on it. ഇപ്പോൾ നമ്മൾ 1 dimensional കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ pi is acting on psi of x, which will give you psi of minus x. So in terms of eigenvalue equation, what happened, pi is acting on psi of x give you some eigenvalue lambda into psi of x. Okay, so lambda is eigenvalue of psi of x. Then if the parity operator act 2 times on psi of x, 2 പ്രാവശ്യം വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്താൽ വാട്ട് ഹാപ്പൻഡ്, പൈ സ്ക്വയർ ഈസ് അല്ലേ, പൈ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് എക്സ് ആണ് വരിക. അപ്പം അതായത് ലാംഡ സൈ ഓഫ് എക്സിൽ എഗെയിൻ പൈ ആക്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി, ദാറ്റ് ഈസ് പൈ ഇൻറ്റു ലാംഡ സൈ ഓഫ് എക്സ് ഈക്വൽ ടു സൈ ഓഫ് എക്സ്. അപ്പം എഗെയിൻ നമുക്കിവിടെ വന്നെങ്കിൽ ലാംഡ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് എക്സ് വിൽ ബിക്കം സൈ ഓഫ് എക്സ് അല്ലെ. ഒരു വട്ടം കൂടി ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു മിറർ ഇമേജ് കിട്ടി, ദെൻ എഗെയിൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ
മിറർ ഇമേജ് ആവും. അപ്പോൾ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരുമല്ലോ. അപ്പോൾ ലാംഡ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് എക്സ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് എന്ന് പറയാം. സോ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, ലാംഡ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതായത് എന്താണ് ഏഗൻ വാല്യൂ. സോ വിച്ച് മീൻസ് ദാറ്റ് ഏഗൻ വാല്യൂസ് ഓഫ് പാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ +1 ആണ്, അതല്ലെങ്കിൽ -1 ആണ് വരും. സോ ഹെർമൈറ്റിസിറ്റി ഓഫ് പാരിറ്റി ഓപ്പറേറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഹെർമൈറ്റിസിറ്റി. സപ്പോസ് വി ഹാവ് ടു wave function psi and phi. Okay, so then parity operator to be Hermitian ആവണമെങ്കിൽ എന്തായിരിക്കും? psi, pi phi is equal to pi psi, phi, which follows എങ്ങനെയാണ്? ടേക്കിംഗ് LHS എടുക്കുക, ദാറ്റ് ഈസ് psi, pi phi നെ നമുക്ക് ഇൻറ്റഗ്രൽ -∞ to +∞ psi star pi phi of x dx എന്ന് എഴുതാം അല്ലേ? സോ phi of x ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അതായത് നേരെ ഇൻവേർഷൻ അല്ലേ വരുന്നത്, അപ്പോൾ അവിടെ നെഗറ്റീവ് സൈൻ വരും അല്ലേ? psi star of x into phi of -x dx. സോ ചേഞ്ചിങ് വാരിയബിൾസ് ബൈ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. നൗ psi, pi phi is equal to -∞ to +∞. നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിൾസിനെ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ psi star -xനെ psi സ്റ്റാറിൻ്റെ ഇതിലേക്കും എക്സിനെ ഫൈൻ്റെ ഇതിലേക്കും വേരിയബിൾസ് ചേഞ്ച് ചെയ്യുകയാണ്. സോ വി വിൽ ഗെറ്റ് -∞ to +∞ psi star of -x phi of x dx. സോ ദാറ്റ് ഈസ് എഗെയിൻ ഇതെന്താ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ്, ഇത് പൈ psi star of x ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന ഒരു എഫക്റ്റ് അല്ലേ വരുന്നത്. സോ പൈ ക്യാപ്പ് ഇൻറ്റു psi star of x ഇൻറ്റു phi of x dx. സോ നമുക്ക് രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്താൽ psi, pi phi is equal to pi psi, phi. അതായത് പാരിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ആണ് കിട്ടി. ഓക്കെ, ദെൻ എ ഫംഗ്ഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ് വെദർ ഈവൻ ഓർ ഓഡ് യൂസിങ് പാരിറ്റി ഓപ്പറേറ്റർ. പാരിറ്റി ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഈവൻ ആണോ ഓൺ ആണോ നമുക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ ആൻ ഓപ്പറേറ്റർ ഈസ് ഓഡ് ഇഫ് എന്താണ്? p cap a cap p dagger is equal to -a. സോ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് a വരും, ദാറ്റ് ഈസ് നമ്മുടെ ആൻറ്റി കമ്മ്യൂട്ടേറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ 0 ആണ് വരിക. അതുപോലെ ഈവൻ ആണെന്നുണ്ടെങ്കിൽ p is equal to a ആണ് വരുന്നത്, അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 0 വരും. സോ ഈ ഒരു പ്രോബ്ലം നോക്കൂ, എന്താ ഇതിൽ കാണിക്കാം? ഷോ ദാറ്റ് ഹാമിൽട്ടോണിയൻ -h² ഡിവൈഡ് ബൈ 2m into d² ഡിവൈഡ് ബൈ dx² പ്ലസ് v of x കമ്മ്യൂട്ട് വിത്ത് ദ പാരിറ്റി ഓപ്പറേറ്റർ v of -x is equal to v of x. ഓക്കെ, v of x is an even function. സോ നമുക്ക് ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്. സോ നെറ്റ് psi is equal to e psi ആണ്. സോ h into psi of x എന്താണെന്ന് എഴുതാം അല്ലേ? -h ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -h² ഡിവൈഡ് ബൈ 2m into d² ഡിവൈഡഡ് ബൈ dx² പ്ലസ് v of x into psi of x ആണ്. ദെൻ ദാറ്റ് ഈസ് h psi of x is equal to ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, സോ h psi into മൈനസ് ഓഫ് എക്സ് കാണാം. ഇത് നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ കിട്ടി. h psi of -x കാണാം. അപ്പോൾ -h² ഡിവൈഡ് ബൈ 2m into d² ഡിവൈഡ് ബൈ dx² പ്ലസ് v of x into psi of -x ആണ് ഇവിടെ വരിക. ഓക്കെ, -x വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. -h² into h² ഡിവൈഡ് ബൈ 2m into d² ഡിവൈഡ് ബൈ dx² into psi of -x പ്ലസ് v of x into psi of -x എന്ന് വന്നു. അപ്പം psi of -x എന്ന് പറഞ്ഞാൽ പൈ ആക്ടിങ് ഓൺ അല്ല, പാരിറ്റി ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ psi of x ആണല്ലോ. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് നമ്മൾ ആ വാല്യൂ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. പൈ ആക്ടിങ് ഓൺ psi of x എന്നുള്ളത് കൊടുത്തു നമ്മൾ. സോ നമുക്ക് പൈ എന്ന് പറയുന്നതിനെ പാരിറ്റീനെ പുറത്തേക്ക് എടുത്തിട്ട് -h² ഡിവൈഡ് ബൈ 2m into d² ഡിവൈഡ് ബൈ dx² പ്ലസ് v of x ഈക്വൽ ടു psi of x ആണ്. സോ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, എയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? h into psi of -x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ h into pi cap into h psi of x എന്ന് കിട്ടി. ഓക്കെ, സോ h into pi cap psi of x equal to pi cap into h psi of x. കാരണം psi of ഇവിടെ എന്ത് തന്നെയാണ്? പാരിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. സോ h pi is equal to pi h എന്ന് കിട്ടി. ദാറ്റ് ഈസ് h pi minus pi h is equal to 0. ദാറ്റ് ഈസ് h, കമ്മ്യൂട്ടേഷൻ h, pi 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാമിൽട്ടോണിയൻ കമ്മ്യൂട്ട് വിത്ത് പാരിറ്റി ഓപ്പറേറ്റർ എന്ന് നമുക്ക് കിട്ടി.